ഹൃദയം ഒരു ബലിവീതിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമീക്ഷമാ, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പണരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥ. അർപ്പണരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും എല്ലാവരെയും സ്മരിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകം ദിവ്യബലിയിലും പാദപൂജയിലും പങ്കെടുത്തുകൊണ്ട് ഓരോരുത്തരെയും സ്മരിച്ച് പ്രാർത്ഥിക്കണം. നല്ലവനായി ക്രിസ്തു ഞങ്ങളെ എല്ലാവരും സമത്വാനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൽ വന്നുപോകുന്ന മക്കളെയും കുരിശടി കടന്നു പോകുന്ന മക്കളെയും ഈ കാട്ടകട പ്രദേശത്ത് ജീവിച്ചുകൊണ്ട് എല്ലാ നാനാജാതി മക്കളെയും സമത്വാനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധകൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ നിറഞ്ഞ കുടുംബത്തെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുട്ടികളെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സഹായിച്ച വ്യക്തിയെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുറ്റങ്ങളെ ഓർത്ത് മനസ്സപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനേ നിങ്ങളോടും ഞാനേറ്റു പറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ
പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യ കന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാവങ്ങൾ പ്രവർത്തനം അനുസരിച്ച് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനുമായ ദൈവമേ, സ്വർഗം ഭൂമിയും ഒന്നുപോലെ അങ്ങനെ എന്തരിക്കണമല്ലോ. അങ്ങ് ജനത്തിന്റെ പ്രാർത്ഥനകൾ ദയാപൂർവ്വം ശ്രവിക്കുകയും ഞങ്ങളുടെ കാലയളവിൽ അങ്ങ് സമാധാനം നൽകുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു, വ്യാജം പറയുകയല്ല. എന്റെ മനസ്സാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷി നൽകുന്നു. എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറ അനുസരിച്ച് തന്നെ എനിക്കുറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രായേൽ മക്കളാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിന്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. കർത്താവിന്റെ വചനം. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിന് തന്റെ കൽപ്പനയും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. Hallelujah, 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 hallelujah. എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം. അവ എന്നെ അനുഗമിക്കുന്നു.
കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് ഒരു സാപത്തിൽ യേശു പരിസയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അവർ അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവിടെ ഒരു മഹോദരരോഹി ഉണ്ടായിരുന്നു. യേശു നിയമജ്ഞരോടും പരിസരോടുമായി ചോദിച്ചു, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? അവർ നിശബ്ദരായിരുന്നു. യേശു അവനെ അടുത്തു വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട്? മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവിന്റെ സുവിശേഷം. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. 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 മറ്റൊരു ഈശോയെ. 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 God bless you. God bless you. I love you. I love you. Thank you. Thank you. Welcome. Welcome. God bless you, my dear people. God bless you all. God bless you all. God bless you all. നല്ലവനായ ക്രിസ്തു ജനങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന വഴി നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ക്രിസ്തു എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം നല്ല വായനയാണ്. ഈ വായന നമുക്ക് നൽകുന്ന സന്ദേശം ഷോർട്ടായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. തൊട്ടടുത്തുള്ള വ്യക്തിയെ കരം പിടിച്ച് പറയുക, കാരുണ്യം നിയമത്തെക്കാൾ വലുതാണ്. 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 ഇപ്പോ നിന്റെ മക്കളോ ഭാര്യയോ ഭർത്താവോ ഈ പള്ളിക്ക് വരും മുൻപ് മയക്കടിച്ച് വീഴുകയോ, വയറ്റ് വേദന വന്ന് വീഴുകയോ, ഷോൾഡർ വേദന, കൈ വേദന, കാൽ വേദന വീഴുകയോ, എടി എനിക്ക് ഭയങ്കര നെഞ്ചു വേദന ഉണ്ടടി, നെഞ്ച് വേദന മര്യാദക്ക് ബാധ വെച്ചപ്പോ അങ്ങനെ പറയുന്ന വ്യക്തികൾക്ക്, ഭാര്യകൾക്ക്, ചേട്ടാ എനിക്ക് ഭയങ്കര വേദന ചേട്ടാ, ആശുപത്രി കൊണ്ടുപോകും ചേട്ടാ എന്ന് പറയുമ്പോ എനിക്ക് വേറെ ജോലിയല്ല, വായി തിറന്നാള് എപ്പോഴും ഈ കാര്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന പറയുന്ന ഭർത്താക്കൾക്ക് ഈ സന്ദർഭം പറഞ്ഞത് കാരുണ്യം നിയമത്തെക്കാൾ വലുതാണ്. അതുപോലെ പറയുമ്പോൾ എന്റെ പൊണ്ണ് ഭാര്യ, എന്റെ പൊണ്ണ് ഭർത്താവ്, വാ നമുക്ക് പോവാം. സ്കൂട്ടർ ഓട്ടിക്കാറിഞ്ഞാ സ്കൂട്ടർ എടുക്ക്, കാർ ഓട്ടിക്കാറിഞ്ഞാ കാർ എടുക്ക്. അവിടെ നിയമത്തെ കാണാൻ പാടില്ല, മതി. ഉത്തരം പറയുമ്പോ മൈക്ക് വെച്ച് പറയണം കേട്ടോ. മൈക്ക് അതിന് വേണ്ടി കൊടുത്തത്. ആൾക്കാരെല്ലാം യൂട്യൂബില് നിങ്ങൾ ഇടവകയിലെ ആൾക്കാർ മൈക്ക് വെച്ച് പറയാറില്ല അച്ഛാ, അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്. അവർ മൈക്ക് കൊടുത്തത് അതിന് വേണ്ടി. ഇടയ്ക്കിടെ ഉത്തരം പറയുമ്പോ എന്റെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്. അപ്പൊ അത് പകരം അച്ഛനക്ക് ഉത്തരം കൊടുക്കണം. അത് ഉത്തരം കിട്ടണമല്ലോ,
പൊട്ടിന്നില്ല എന്ന് അങ്ങനെ ആൾക്കാർ പറയുക. അതുകൊണ്ട് മൈക്ക് വെച്ചിട്ട് ഉത്തരം പറയണം. അപ്പോ ഇതുപോലെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് പാഠമാണ് കാരുണ്യം നിയമത്തെക്കാൾ മഹത്താണത്, വലുതാണത്. അപ്പൊ എപ്പോഴും ചെയ്യുന്ന പ്രവൃത്തി നിയമത്തെക്കാൾ വലുതാണ്. അത് നമ്പർ 2. രണ്ടാമത്തെ, യഥാർത്ഥ വിശുദ്ധി മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണ്. തൊട്ടത്തുള്ള ആൾക്കാർ കൈ പിടിച്ച് പറയും, യഥാർത്ഥ വിശുദ്ധി മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണ്. യഥാർത്ഥ വിശുദ്ധി മറ്റുള്ളവരെ സഹായിക്കുന്നതാണ്. യഥാർത്ഥ വിശുദ്ധി എന്റെ മക്കൾക്ക് സഹായിക്കുന്നതിൽ വലുതാണ്. അതുதான் വിശുദ്ധിയാണ്. അത് തന്നെ വിശുദ്ധിയാണ്. പോടാ മോനെ, അടാ മോനെ, അങ്ങനെ പറഞ്ഞാൽ, പൂച്ച പറ്റി അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് വിശുദ്ധിയല്ല. യഥാർത്ഥ വിശുദ്ധി ദേഷ്യപ്പെട്ട് മക്കളെ ദേഷ്യപ്പെടുന്ന വിശുദ്ധിയല്ല. ഹോംവർക്ക് ചെയ്യുമ്പോൾ ടീച്ചർ വന്നിട്ട് ഹോംവർക്ക് കൊടുക്കുമ്പോ ചൂ അങ്ങനെ പറഞ്ഞാൽ അത് വിശുദ്ധിയല്ല. പ്രത്യേകം പറയുന്നത് യഥാർത്ഥ വിശുദ്ധി മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണ്. പഠിക്കാതെ കുട്ടി ഉണ്ടെങ്കിൽ പഠിക്കാൻ സ്നേഹത്തോട് കാരണത്തോടെ പടാം മക്കളെ ഇടാം മക്കളെ എന്ന് പറയുമ്പോ അവൻ ഇരിക്കും, മമ്മി ടീച്ചർ ഹോംവർക്ക് എഴുതിയോ, അയ്യോ അകത്ത് പറയും. പുറത്ത് ഇങ്ങനെ പേടിക്കുന്ന പോലെ இருந்தாலும் അകത്ത് നീ കാണിച്ചു തരാം, ഞാൻ വലിയ ആളാവും, അപ്പൊ ഞാൻ കാണിച്ചു തരാം, 10ാം ക്ലാസ് ആകട്ടെ ഞാൻ എനിക്ക് കാണിച്ചു തരാം എന്ന് മോന് പറയും. അപ്പൊ സൂക്ഷിച്ചിരിക്കണം. അപ്പൊ യഥാർത്ഥ വിശുദ്ധി മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ആണ്. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവരെ കൈപിടിച്ച് വരും, ദൈവം നോക്കുന്നത് നിയമാനുസരണമല്ല, ഹൃദയത്താണ്. ദൈവം നോക്കുന്നത്, കൈ പിടിച്ച് പറ, തൊട്ടടുത്തുള്ള ആൾക്കാർ കൈ പിടിച്ച് പറ, ദൈവം നോക്കുന്നത് നിയമാനുസരണമല്ല, ഹൃദയമാണ്. ദൈവം നോക്കുന്നത് നിയമാനുസരണമല്ല, ഹൃദയമാണ്. ദൈവം നോക്കുന്നത് നിയമാനുസരണമല്ല, ഹൃദയമാണ്. ദൈവത്തിന്റെ ചായലിലും ഇത് എപ്പോഴും ഇത് നമ്മള് വേറെ വഴിയിൽ ഇത് പറഞ്ഞേ പറ്റും. ദൈവത്തിന്റെ ചായലിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട നമ്മൾ എല്ലാവരും ഇതൊക്കെ പങ്കാളികളാണ്. ദൈവം നോക്കുന്നത് നിയമാനുസരണമല്ല, ഹൃദയം ആണ്. ദൈവത്തിന്റെ ഹൃദയത്തെ നമ്മൾ ചായലായിട്ട് സാദൃശ്യമായിട്ട് നേടിയെടുത്ത വ്യക്തികളാണ്, സ്വന്തമാക്കിയ വ്യക്തികളാണ്. അപ്പോ ഇത് എപ്പോഴും നമുക്ക് ഉണ്ടാക്കണം. അടുത്തത്, തൊട്ടടുത്തുള്ള ആൾക്കാർ കരം പിടിച്ച് പറയാം, ദൈവം കാണുന്നത് നമ്മുടെ പുറമേയുള്ള ഭക്തിയല്ല, ഹൃദയത്തിലെ സ്നേഹവും കരുണയുമാണ്. സൂപ്പറാണ് വചനം. ദൈവം കാണുന്നത് നമ്മുടെ പുറമേയുള്ള ഭക്തിയല്ല, ദൈവം കാണുന്നത് നമ്മ പുറമേയുള്ള ഭക്തിയല്ല, ദൈവം കാണുന്നത് നമ്മുടെ പുറമേയുള്ള ഭക്തിയല്ല, പകരം ഹൃദയത്തിലെ സ്നേഹവും കരുണയുമാണ്. ഹൃദയത്തിലെ സ്നേഹവും കരുണയുമാണ്. ഹൃദയത്തിലെ സ്നേഹവും കരുണയുമാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ദൈവം നോക്കുന്നത് നിയമാനുസരണമല്ല, ഹൃദയമാണ്. അപ്പൊ ദൈവം കാണുന്നത് നമ്മുടെ പുറമെ നമ്മൾ അടിപൊളി മക്കളാണ്. പുറമേ ഇപ്പൊ പ്രത്യേകം പള്ളിക്ക് വരണം, പാദപൂജ പോകണം, ദിവ്യബലി പങ്കെടുക്കണം എന്ന് വെച്ചാൽ ഡെക്കറേഷൻ, സാരി, ഡ്രസ്, ചെപ്പല്, അത് ഇത് എല്ലാத்தையும் ഒരുങ്ങി പാപ്പ ഈശോയെ പേടിച്ച് ഓടി പോകും. അത്രമാത്രം സെന്റിലാണ് അടിച്ചിങ്ങനെ ഗംഭീരമായിട്ട് വരാം. എന്റെ മോൾ വന്നല്ലോ ഗംഭീരമായിട്ട്, അങ്ങനെ ഈശോ ചിന്തിക്കും. മക്കളെ എങ്ങനെ ഗംഭീരമായിട്ട് വന്നോ അതേപോലെ വിശ്വാസത്തിൽ ഗംഭീരമായിട്ട് ഇരു മക്കളെ, ഞാൻ എനിക്ക് വാഗ്ദാനം നൽകാം എന്ന് ഈശോ വാഗ്ദാനം നൽകാം. അപ്പോ എങ്ങനെ ഈ പുറമേ ഉള്ള ഭക്തിയിൽ ഗംഭീരമുണ്ടോ അതേപോലെ അകമേ ഉള്ള വിശ്വാസത്തിൽ ഗംഭീരം വേണം.
അകമേ ഉള്ള വിശ്വാസത്തിൽ ഈ അമ്മയ്ക്ക് ഗംഭീരം ഉണ്ടായിരുന്നു. ഇതാണ് എന്റെ ദാസി എന്ന് പറയുമ്പോൾ ഗംഭീരം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് ഞാൻ നിനക്ക് യോഗ്യനാണവൻ എന്നുള്ള ഒരു വാക്ക് പറയാൻ നമുക്ക് ഗംഭീരമുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൽ ഗംഭീരമുണ്ടോ? ചിന്തിക്കണം. മറ്റെല്ലാ കാര്യങ്ങളും ഗംഭീരമുണ്ട്, വിശ്വാസത്തിൽ ഗംഭീരമുണ്ടോ എന്ന് ചിന്തിക്കണം. അമ്മയ്ക്ക് ഗംഭീരമുണ്ട്. ഇന്ന് ജമ്മല മാസം അവസാന ദിവസമാണ്. നല്ല ഒരു ദിവസമാണ്, നന്ദി ഏൽപ്പിച്ചുകൊണ്ട് കേൾക്കുന്ന ദിവസമാണ്. അപ്പൊ നാലാമത്തെ കാര്യം, ഇപ്പൊ തൊട്ടടുത്തുള്ള ആൾക്കാർ കാര്യം പിടിച്ച് പറയുക, വിശ്വാസം പർവ്വത്തിലൂടെ തെളിയണം. 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 இதுதான் நம்ம எப்போதும் ஃபெயிலியர் ஆனது. ഈ ആസ്പെക്റ്റില്, ഈ സന്ദേശത്തിൽ നമ്മൾ ഫെയിലിയർ ആവുന്നത്. വിശ്വാസം പർവ്വത്തിലൂടെ തെളിയണം. നല്ല കൊന്തച്ചൊല്ലും, നന്നായിട്ട് കൊന്തച്ചൊല്ലും, നന്നായിട്ട് പ്രാർത്ഥിക്കും, നല്ല കുടുംബ പ്രാർത്ഥന, എല്ലാമേ സൂപ്പർ. വെള്ളങ്കണ്ണി വർഷം പോകുന്നത്, വെട്ടുകാട് മാസം പോകുന്നത്, പാന്തപച്ചല ആദ്യത്തെ ചൊവ്വാഴ്ച പങ്കെടുക്കുന്നത്, എല്ലാം കിടിലാണ്. അതിൽ വിട്ടുവീഴ്ചല്ല. ഫസ്റ്റ് വെള്ളിയാഴ്ച വെട്ടുകാട് പോകണം കേട്ടോ. ഇന്ന് ചിലപ്പോ എല്ലാം ആലപ്പുഴ പോയി കാണും കൃപാസന അമ്മയ്ക്ക്. പോകുന്നത് തെറ്റല്ല. അത് ഈ ഉടമ്പടി എടുക്കുന്നത് നല്ലതല്ല. പോകുന്നത് നല്ല സൂപ്പർ അമ്മയാണ്, സൂപ്പർ അത്ഭുതമാണ്, സൂപ്പർ ജോസഫ് അച്ഛനാണ്, സൂപ്പർ ആരാധന, എല്ലാമേ സൂപ്പർ. இந்த உடம்படி எடுத்துட்டு வந்துட்டு ഇവിടെ அந்த பேப்பர்லாம் எடுத்து അവിടെ ഇട്ടിട്ട് പോകണമെങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോ വിഷമം തോന്നുന്നു. அந்த பேப்பர்லாம் கொண்டாந்து അവിടെ ഇട്ടിട്ട് പോകും. അത് പട്ടി തൂരിട്ട് പോകും, പൂച്ച കൊണ്ടുപോകും. രണ്ട് പൂച്ച കൊണ്ടുപോയി നല്ല ഒരു ചൂടുണ്ട് அந்த அந்த മതിൽ ഉണ്ട്, ഒരു കുട്ടി മതിൽ. ഒരു ദിവസം ഈ പൂച്ച എടുത്തിട്ട് പോയി അവിടെ ഞാൻ പോയി നോക്കിയാൽ അതിൽ പൂച്ച ഈ പേപ്പറെല്ലാം എടുത്തോട്ട് കുഞ്ഞിടാൻ വേണ്ടി ഈ കൃപാസന പേപ്പർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങള് അത് മേടിക്കാതെ ഇരുന്ന നന്നായനെ, അമ്മയ്ക്ക് നന്ദി പറഞ്ഞ നന്നായനെ, നല്ല പ്രാർത്ഥിച്ച നന്നായനെ, നിന്റെ ഭർത്താവിനോട് പറയുന്നത് കേട്ട് അനുസരിച്ച നന്നായനെ, എന്റെ ഭാര്യ അനുസരിച്ച നന്നായനെ, ഈ പോയിട്ട് ഈ വാഗ്ദാനം എടുത്തിട്ട് ഈ ഉടമ്പടി എടുത്തിട്ട് ഒരു ഉടമ്പടിയേ ഉള്ളൂ, 2 ഉടമ്പടി അത് ആൾറെഡി കഴിഞ്ഞു. ഇതെടുത്തിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിൽ വന്നിട്ട് അയ്യോ അച്ഛാ ഞാൻ ഉടമ്പടി എടുത്ത് അത് പറ്റിട്ടില്ല, ഒരു വലിയ പാവം ചെയ്തു പോയി അച്ഛാ, എന്നെ ക്ഷമിക്കണം അച്ഛാന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങുന്നുണ്ട് കൗൺസിലിങ്ങിലും കുമ്പസാരത്തിലും. അതുകൊണ്ട് അത് ഞാൻ നന്നായിട്ട് നോക്കണം. നന്നായിട്ട് നല്ല ഒരു അമ്മയാണ് ആലപ്പുഴ കൃപാസന അമ്മ. പോയിട്ട് പ്രാർത്ഥിക്കണം, നല്ലൊരുത്തേക്ക് വിശ്വാസം ആൾപ്പെടണം. അങ്ങനെ ഒരു സ്ഥലമാണ്, നല്ല സ്ഥലമാണ്. അത് ചെയ്യുന്നു. അത് വിട്ടിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പാവത്തെ ഇന്ന് കൂട്ടി ചേർത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ പോയിട്ട് കഴുകാൻ വേണ്ടി പോയില്ലെങ്കിൽ വീണ്ടും ഇവിടെ വന്നിട്ട് ഒരു റോഡ് കൊണ്ടുവന്ന് ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനെ നോക്കണം. ഇതാണ് വിശ്വാസം പർവ്വത്തിലൂടെ പേരിന് കടമയ്ക്ക് പോകുന്ന ഒരു അന്തരീക്ഷം. അത് മാറ്റണം. അടുത്തത് ലാസ്റ്റ്, യേശുവിന്റെ ഹൃദയം, കൈ പൊരിച്ച് പറ, യേശുവിന്റെ ഹൃദയം ദയയുടെയും സ്നേഹത്തിന്റെയും ഹൃദയമാണ്. യേശുവിന്റെ ഹൃദയം ദയയുടെയും സ്നേഹത്തിന്റെയും ഹൃദയം. യേശുവിന്റെ ഹൃദയം ദയയുടെയും സ്നേഹത്തിന്റെയും ഹൃദയമാണ്. യേശുവിന്റെ ഹൃദയം ദയയുടെയും സ്നേഹത്തിന്റെയും ഹൃദയമാണ്. എന്റെ ഹൃദയം എങ്ങനെ? ചോദിക്കും. എന്റെ ഹൃദയം എങ്ങനെയാണ്? സ്നേഹം നിറഞ്ഞ ഹൃദയമാണോ? ദയ നിറഞ്ഞ ഹൃദയമാണോ എന്ന് ചിന്തിക്കണം. കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച തോന്നുന്നത് ഒരു വാക്ക് പറഞ്ഞു, വിശ്വാസം വിനയത്തിൽ പൂത്തുലയും, വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകും. ഇന്ന് ഈ ടോപ്പിക് അനുസരിച്ച് അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞത് വിശ്വാസം വിനയത്തിൽ പുത്തുളയും, അല്ലെ? പുത്തുളയും. വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോവും. ഇത് സൂപ്പറാണ്, മുദ്രാവാക്യമാണ്. അത് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്, ഇന്നത്തെ വായന വെച്ച് മാറ്റിയിട്ടുണ്ട്. വിശ്വാസം കാരുണ്യത്തിൽ പുത്തുളയും, വിശ്വാസം കാരുണ്യത്തിൽ പുത്തുളയും, വിശ്വാസം കഠിന ഹൃദയത്തിൽ ഉണങ്ങിപ്പോവും.
കഠിന ഹൃദയത്തിൽ ഉണങ്ങിപ്പോകും. വിശ്വാസം കാരുണ്യത്തിൽ പുത്തളയും. വിശ്വാസം കഠിന ഹൃദയത്തിൽ ഉണങ്ങിപ്പോകും. 2 Corinthians ശ്രദ്ധയിൽ വയ്ക്കാം. വിശ്വാസം കാരുണ്യത്തിൽ പുത്തുളയും. വിശ്വാസം കാരുണ്യത്തിൽ പുത്തുളയും. വിശ്വാസം കാരുണ്യത്തിൽ പുത്തുളയും. വിശ്വാസം കഠിന ഹൃദയത്തിൽ ഉണങ്ങിപ്പോവും. വിശ്വാസം കഠിന ഹൃദയത്തിൽ ഉണങ്ങിപ്പോവും. വിശ്വാസം കഠിന ഹൃദയത്തിൽ ഉണങ്ങിപ്പോവും. വിശ്വാസം കാരുണ്യത്തിൽ പുത്തുളയും. വിശ്വാസം സ്നേഹത്തിൽ പുത്തുളയും. വിശ്വാസം കരുതലിൽ പുത്തുളയും. വിശ്വാസം കാരുണ്യത്തിൽ പുത്തുളയും. വിശ്വാസം അഭിഷേകത്തിൽ പുത്തുളയും. വിശ്വാസം അഗ്നിയിൽ പുത്തുളയും. സങ്കീർത്തനം 47:1. God bless you, God bless you, God bless you, God bless you, many people, God bless you all. കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ആമേൻ. ജീവിതം ഇന്നു യാഗമേകാൻ തീയിടുന്നു. ജീവനെ ജീവനാഥ സഹോദരരുണ്ടും നിങ്ങളുടെ മേലെ സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ സ്വീകാരമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഞങ്ങളുടെ ഈ കാഴ്ചകൾ പ്രതിയോട് സ്വീകരിക്കണമേ. അവ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് രക്ഷ ഭവിക്കാൻ കഴിയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിനെ പ്രകാശിപ്പിക്കാം. കർത്താവ് പരിശുദ്ധനായ പിതാവ് സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്കും ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവത്തോടെ ഏറ്റു പറയുന്നു. മഹത്വത്തിലുള്ള വരവുമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലകങ്ങളോടും ചേർന്ന് അങ്ങ് സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധം 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 സൈന്യങ്ങൾ തൻ ദൈവം പരിശുദ്ധം. മഹിമകൾ
ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആഹയാലായി ആത്മാൽ മഞ്ജഗനം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീർമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സുമനസാലപ്പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കിരഞ്ഞ പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കിരഞ്ഞ് പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനമായ ഉടൻപടി പാനപാത്രമാക്കുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങളെ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ എടുത്ത മരണവുയർപ്പം ഓർത്തുകൊണ്ടെങ്കിൽ തിരുമുൻപിൽ നിൽക്കുന്നതിനും എനിക്ക് പരിചരിക്കുന്നതിനും അർഹനാക്കി തീർത്തതിന് ഞാൻ എന്ത് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്തയുടെ പാനപാത്രം നിങ്ങൾ എനിക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് പരിശുദ്ധാത്മാവിൽ ഉണ്ണാചരിക്കാൻ വരുത്താൻ നിങ്ങളുടെ വീഴ്ചകളെ കർത്താവ് ലോകമെങ്കും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണം. ഞങ്ങളുടെ ലയ്യപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാക്ഷൻ സെൽവരാജൻ മെത്രാനോടും വൈദിക ഗണത്തോടും മൊത്ത സഭയെങ്കിൽ സ്നേഹത്തിനെ പ്രവർത്തിക്കണമേ. ഈ ലോകത്തിലെങ്കിൽ പക്കലേക്ക് വിളിച്ചെങ്കിൽ ദാസൻ ദാസ പ്രത്യേകം ഈ ദിവ്യയിൽ പങ്കെടുത്ത് മുട്ടുകത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബം മരിച്ച എല്ലാ മക്കളെയും ഓർക്കണമേ. എങ്കിൽ പുത്രന്റെ മനത്തിന് ദുഷ്മണ ഉണ്ണാത്തിന്റെ അവർക്ക് എല്ലാവരുടെ ഉദ്ധാനത്തോളം ഉണ്ടാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ ഞങ്ങൾ സഹോദരങ്ങളെ മിക കാരണത്തിന് മഞ്ച സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിന്റെ പ്രകാശം സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കണിയനുമെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതായ പരിശുദ്ധ കന്യകാമരത്തോടും കന്യകയുടെ ഭർത്തായി ഭാഗ്യവരുടെ ഔസേപ്പിനോടും അനുകൃതര അപ്പൂസന്മാരോടും കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച തങ്ങളുടെ വിശുദ്ധരുടെ മൊത്ത് നിത്യജീവൻ പങ്കുചേർന്ന് അർഹരാക്കുകയും എങ്കിൽ പുത്രനായ യേശു കൃഷ്ണനെ ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുനോട് കൂടെ ക്രിസ്തു തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിലുള്ള ബഹുമതി മഹത്വം എന്നെ വിനയിക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ഭുതരായ ദിവ്യോപദേശത്താൽ ഉർവവൽകൃതരായ നിർഭയം നമുക്ക് ഏറ്റവും സർക്കസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരേണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാൻ നൽകണമേ. അനുകർപ്പണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പരിശുദ്ധയുടെ സഹായത്താൽ ശക്തി പ്രാവശ്യങ്ങൾ എപ്പോഴും പാവത്തിൽ മോചിതരാകും, എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകും ചെയ്യുമാറാകട്ടെ. സമാൻ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എന്റെ സമാനം ഞാൻ തരുണനും അപ്പൂസ്തലന്മാരോട് ചെയ്ത കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളുടെ പാവം സഭയുടെ വിശ്വാസം തിരുക്കൻ പാത്തങ്ങളും അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകണം. കനിയനമേ എന്നും ജീവിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന കേട്ടല്ലുമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. സമാധാനം സമാധാനം ലോകത്തെ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ
കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടിൽ ഞങ്ങൾക്കും ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ ഈ കുഞ്ഞാട് ലോകത്തിന്റെ പാവങ്ങളെ കൊണ്ടുവൻ. ഈ കുഞ്ഞാട് ഒരു മനുഷ്യൻ ക്ഷണിക്കപ്പെട്ടിരിക്കണം, അനുഗ്രഹിക്കുന്നത്. ഞാൻ യോഗ്യവല്ല, മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിശ്ചയത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തിരുബലിയെ, ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ.
ഈശോ സ്വയം പൂജ്യമാ ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും ഈ വേദി. ഒരു കൃപയായി മനുഷ്യപുത്രൻ തിരുവിളി ഓർക്കുകയാടി വിളി ഓർക്കുകയാടി വിളി. സ്വർഗീയ ഗേഹത്തിൻ മാർഗമതിൽ ആത്മീയ ജീവനാ ആഹാരമായി ദൈവം തരും സ്വർഗീയ മന്ന ഈ ഭോജ്യം. സക്രാരിയ ഒരു കൃപയായി വിളി മനുഷ്യപുത്രൻ തിരുവിളി ഓർക്കുകയാടി വിളി ഓർക്കുകയാടി വിളി. മനസ്സൊരു സക്രാരിയ ഒരു കൃപയായി വിളി മനുഷ്യപുത്രൻ തിരുവിളി ഓർക്കുകയാടി വിളി ഓർക്കുകയാടി വിളി. ഈശോ സ്വയം പൂജ്യമാ ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും വേദി. സക്രാരിയ ഒരു കൃപയായി വിളി മനുഷ്യപുത്രൻ തിരുവിളി ഓർക്കുകയാടി വിളി ഓർക്കുകയാടി വിളി.
സ്വർഗീയ ഗേഹത്തിൻ മാർഗമതിൽ ആത്മീയമാ ജീവനാ ആഹാരമാ ദൈവം തരും സ്വർഗീയ മന്ന ഈ ഭോജ്യം മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ പാത്രങ്ങൾ ഇപ്രകാരം സംസാരിക്കുന്നു. സൗണ്ട് കേട്ടില്ലേ? താഴെ പാത്രങ്ങൾ സൗണ്ട് കേട്ടോ? കേട്ടില്ലേ? കേട്ടില്ല. പാത്രങ്ങൾ ഇപ്രകാരം സംസാരിക്കുന്നു. താഴെ വീഴുന്ന പാത്രങ്ങള് പ്ലേറ്റ് ഇപ്രകാരം സംസാരിക്കുന്നു. പെരിയപ്പെട്ട മകളെ പെട്ടനമാണ എന്നെ പൊട്ടിച്ച് കളയുമാര് പാത്രം സംസാരിക്കുന്നു. പൊട്ടിച്ച് കളയുമാര് പെട്ടെന്ന് താഴോട്ട് കഞ്ചു കുടിക്കാം. അപ്പൊ തന്നെ രക്ഷപ്പെടും എന്ന് പാത്രം സംസാരിക്കുന്നു. അപ്പൊ പോവാം. അപ്പൊ ഈ പാത്രത്തെ രക്ഷപ്പെടുത്താം, കഞ്ചിയെ രക്ഷപ്പെടുത്താം, വയറ്റിയെ രക്ഷപ്പെടുത്താം. തുണ്ട് കിട്ടാത്തവർ ആൾക്കാരുണ്ടോ? തുണ്ട് ഉണ്ടെങ്കിൽ കൈപ്പോക്ക്. മെയ് മാസമല്ല, ഒക്ടോബർ മാസമാണ്. കൊന്തയുടെ മാസമാണ്. ഇന്ന് മാതാവ് നമുക്ക് നൽകാൻ പോകുന്ന ഗിഫ്റ്റ് ഈ തുണ്ട് വഴിയേ കിട്ടുള്ളൂ. ആ തുണ്ട് കിട്ടില്ലെങ്കിൽ കൈപ്പോക്ക്. ഇപ്പൊ തുണ്ട് എന്റെ അടുത്ത് വരും. ഈ ആഴ്ച ഈ പാദപൂജയ്ക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാർ കൈപ്പോക്ക്. അതിലെ കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവാം. കുട്ടികൾ 18 വയസ്സ് കുഞ്ഞു കുട്ടികളുണ്ട്, മുന്നോട്ട് പോവാം. കുറച്ച് വലിയ ആൾക്കാർ, കുഞ്ഞു കുട്ടികളില്ലെങ്കിൽ വലിയ ആൾക്കാർ പോവാം. 5 പേര് വരും. പുതിയതായിട്ട് വന്ന 5 പേർ. വലിയ ആൾക്കാർ, കുഞ്ഞു കുട്ടികളില്ലെങ്കിൽ വലിയ ആൾക്കാർ പോവാം. 2 പേര്, പിന്നെ ഒരു 3 പേര്. ഒത്തിരി ആൾക്കാർ കൈ പൊക്കി ധൈര്യമായിട്ട് പോവാം. ഈ ആഴ്ച പുതിയതായിട്ട് വന്ന ഇന്ന് ഒരു 3 പേര് പോവാം. ഒരു 3 പേർ. വെരി ഗുഡ്. ആശീർവാദം. ഇന്ന ഒരാൾ പോവാം. അടുത്ത് ഇന്നൊരാൾ പോവാം. ഇന്ന ഒരാൾ 5 പേര്. ഇന്ന ഒരാൾ 4 പേര് വന്നിട്ടുള്ളൂ. വെരി ഗുഡ്. ധൈര്യമാവാ. ആശീർവാദം. ഗുഡ് മാൻ. ഞാൻ ഒന്നും ചെയ്യില്ല. ഫ്രണ്ടിൽ പോവാം. ഫ്രണ്ട്. വാ മക്കളെ.
ഇതിൽ ഒരു തുണ്ട് ഒരു തുണ്ട് ഒരു തുണ്ട് എടുക്ക 109 യെസ് ഗോഡ് ബ്ലസ് യു 109 109 ഇത് എന്റെ നമ്പറിന് പേടിയുണ്ട് അല്ലേ? പേടിക്കണ്ട, എന്റെ നമ്പർ തന്നെ. കൊന്ത ചൊല്ലാറുണ്ടോ? ചൊല്ലാറില്ല, ഡെയിലി ചൊല്ലാറില്ലല്ലോ. ഡെയിലി സത്യം പറയുന്നേ, എന്റെ അടുത്ത് കള്ളം പറയല്ലേ. കൊന്ത മാസമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒക്ടോബർ മാസമേ ചില ദിവസം കൊന്ത ചൊല്ലിട്ടില്ല, അത് കുഴപ്പമില്ല. അബ്രോഡ് പോയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ജോലിന് വേണ്ടി പോയി അവിടെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ ആൾക്കാർ ഓർത്ത് 3 ദിവസം കൊന്ത ചൊല്ലണം കേട്ടാ. നന്നായിരിപ്പ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ചൊല്ലക്കൂട്ടാ. ഓർത്തുണ്ടോ? 23 കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ? കുത്തയ്ക്ക് എടുത്തിട്ടുണ്ടോ? 23 ഗോഡ് ബ്ലസ് യു. ഒരുപാട് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പഠിക്കുന്ന പിള്ളേര്, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ആ കുട്ടികളെ ഓർത്ത് 3 ദിവസം കൊന്ത ചൊല്ലണം. ഗോഡ് ബ്ലസ് യു. $209 209 താഴെ ഉണ്ട്. 209 ഇല്ല. 8 9 8 ഉണ്ട്. 1 പോയി. ബലിപീഠ ചെരുവൻ അൽത്തറ. അയ്യോ, 1 പോയി അച്ഛാ. ഒരു തുണ്ട് 117 117 809 அவனு கிஃப்ட் அடிச்சு சந்தோஷத்துல வராங்க. 209 117 நம்பரு 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 நம்பர் நம்பர் இல்லன்னா இல்ல, எல்லாருக்கும் ஒரு நேரம். மாதா அடுத்த பிராஜனை நோக்கி வச்சுட்டு 117 சீட்டு 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 இல்ல, இதான் கைக்கு வந்தது, வாய்க்கு கிட்டாத போகணும் ஒரு அவசரம். 117 209 നീ പറയുക. ഇവിടെ 209 വന്നിട്ടുണ്ട്. ഇനി ലേറ്റാ വരാൻ പാടില്ല, മുന്നമേ വരണമെന്ന് ഈശോ പറയുക. പള്ളിക്ക് വരണമെന്ന് പറയുക, നേരത്തെ വരണം പറയുക. പ്രത്യേകം കുഞ്ഞു കുട്ടികളെ ഓർത്ത്
കൊന്ത ചൊല്ലാറില്ല. അറ്റ്ലീസ്റ്റ് ഈ 3 ദിവസം കൊന്ത ചൊല്ലും. 3 ദിവസം കൊന്ത ചൊല്ലണം. പ്രത്യേകം പഠിക്കാൻ പറ്റാതെ പ്രത്യേകം കുഞ്ഞു കുട്ടികൾ ഫാമിലിയോട് കറങ്ങി കൊണ്ടിരിക്കും. അതുപോലെ കുഞ്ഞു കുട്ടികളെ ഓർത്ത് സമൂഹത്തോട് ചേർന്ന് നിൽക്കാനും അങ്ങനെയുള്ള കുഞ്ഞു കുട്ടികൾ ഒരുപാട് ആൾക്കാരുണ്ട്. ആ കുട്ടികളെ ഓർത്ത് കൊന്ത ചൊല്ലണം. ഗോഡ് ബ്ലസ് യു. 117 ഇതാ 209. അത് 209. അടുത്തത് 117. 171. 171. 171 ഇല്ലേ? വരാം. ഗുഡ് ബോയ്. God bless you, my boy. 171. 171. ആദ്യം ആഴ്ച വന്നതാ, ഫസ്റ്റ് ടൈം അല്ല? പേര് അബിൻ. നിന്റെ മമ്മയെ പിടിക്കുമ്പോ പപ്പയെ ഇഷ്ടമാണോ? മമ്മിയെ ഇഷ്ടമാണോ പപ്പയെ ഇഷ്ടമാണോ? രണ്ടുപേരും. ഗോഡ് ബ്ലസ്. നീ എവിടെ പോയാലും ജീവിക്കാം. മമ്മിയെ ഇഷ്ടം പപ്പയെ ഇഷ്ടം. ഗോഡ് ബ്ലസ്. എത്രയില്ല? 7. പഠിക്കുന്ന സമയം പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ബുദ്ധിമുട്ട് അസുഖം പിടിച്ച കുട്ടികളുണ്ട്. പഠിക്കുന്ന കുട്ടികൾ. ആ അസുഖം പിടിച്ച കുട്ടികളെ ഓർത്ത് നീയും കൊന്ത ചൊല്ലണം. നിന്റെ വീട്ടിൽ പോയിട്ട് മമ്മീന്റെ മമ്മി വന്നിട്ടുണ്ടോ? പപ്പ யாரும் വന്നിട്ടില്ല. നീ ആരും കൂടെ വന്നു? കുഞ്ഞമ്മ കൂടെ വന്നല്ല? കുഞ്ഞമ്മാവുടെ ആശീർവാദം നിനക്ക് ഗിഫ്റ്റ് കിട്ടി. അപ്പൊ പോയിട്ട് പറയണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. എല്ലാം എടുത്താ? നീ എടുത്താ? ഒന്നും വരില്ല കൂട്ടോ. നീ ഇടണം. ഒരു സീറ്റ് 46. 46. മാതാ ഫ്രൂട്ട്സ് കട. മാതാ പേര്, കടപ്പേര് മാതാ പേര്. അതുകൊണ്ട് ഇന്ന് മാതാ കണിഞ്ഞിട്ടുണ്ട്. ഇനിയെ കരയാൻ പാടില്ല. മാതാ കണിഞ്ഞത് കൊണ്ട് മാതാ ഫ്രൂട്ട്സ് കട ഇനി സൂപ്പറായിട്ട് നന്നായിട്ട് പോകും കേട്ടോ. അനുസരണ ഇല്ലാതെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. എല്ലാ ഭർത്താക്കന്മാരും ഓർത്ത് അനുസരണ ഇല്ലാത്ത ആൾക്കാർ ഓർത്ത് പ്രാർത്ഥിക്കണം. കൊന്ത ചൊല്ലണം. അപ്പത്തെ മാതാ ഫ്രൂട്ട്സ് കട നന്നായിട്ട് വളരട്ടോ. ഇന്ന് 31-ാം തീയതി മാതാ നിനക്ക് വേണ്ടി കണിഞ്ഞിട്ടുണ്ട്. മാതാ ഫ്രൂട്ട്സ് കട നന്നായിട്ട് വരട്ടെ. നിന്റെ കടബാധ മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. God bless you. 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 സ്നേഹമുള്ളവരെ, ക്രിസ്തുരാജാവുടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോവാം. 13-ാം തീയതി മുതൽ 23-ാം തീയതി വരെ 14, 15, 16 ധ്യാനമുണ്ട്. കുടുംബ വിശദീകരണ ധ്യാനമുണ്ട്. എല്ലാവർക്കും മോസ്റ്റ് സ്വാഗതം. പ്രത്യേകം 21-ാം തീയതി തീർത്ഥാടകരുടെ ദിനമാണ്. നിങ്ങളുടെ ദിവസമാണ്. അന്ന് വെള്ളിയാഴ്ചയാണ്. അതിന് പ്രത്യേകം ആഘോഷമായിട്ടുള്ള പ്രദക്ഷിണമുണ്ട്. ആൾറെഡി നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. തീർത്ഥാടകർക്കും പ്ലോട്ടും ഉണ്ട്. അത് എന്റെ വകയായിട്ട്, എന്റെ കുടുംബ വകയായിട്ട് ഞാൻ ഈ പ്ലോട്ട് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങൾ കുടുംബങ്ങൾ ചേർന്നോ തനി കുടുംബമായിട്ടോ ഈ പ്ലോട്ട് സ്പോൺസർ ചെയ്യാം. മറ്റേ ക്രിസ്തുരാജ പ്ലോട്ടും വലിയ പ്ലോട്ടാണ്. ഈ പ്രാവശ്യം അടുത്ത വർഷം ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട്, പുതിയ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് 4th ടെസ്റ്റ് ഓഫ് ദ ഉദ്ഘാടനം പള്ളി തിരപ്പുഴാവ മലയാളത്തിലെ പള്ളി
പള്ളി തുറക്കുന്നത് പുതിയ ഉദ്ഘാടനം. പള്ളി ഉദ്ഘാടനത്തിനുடைய മുന്നമേ ഉള്ള ഒരു ടേസ്റ്റ് അത് ഈ പെരുന്നാൾ നല്ല രീതിക്ക് ആഘോഷിക്കണം. ഇതുവഴിയായിട്ട് പുതിയ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനുடைய സന്തോഷം പത്തിരട്ടായിട്ട് നമുക്ക് കിട്ടും. കൃപ കൂട്ടി കിട്ടും. അഭിഷേകം അഗ്നി എല്ലാമേ പത്തിരട്ടായിട്ട് നമുക്ക് വരും ഉദ്ഘാടനത്തിന്റെ അന്ന് ആ ദിവസം. അപ്പൊ ഈ പെരുന്നാൾ നല്ല ഗംഭീരമായിട്ട് നിങ്ങളുടെ സഹകരണം കൊണ്ടും സഹായം കൊണ്ടും പ്രാർത്ഥന ചൈതന്യം കൊണ്ടും ക്രിസ്തുരാജ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഓർക്കും. അപ്പോ എല്ലാ ദിവസങ്ങളിലും മോസ്റ്റ് വെൽക്കം. എല്ലാ പെരുന്നാൾ ദിവസങ്ങളിലും മോസ്റ്റ് വെൽക്കം. ദൈവനെ എല്ലാവരും സംസ്ഥാനകരെ പ്രത്യേകം ഈ വർഷം 21-ാം തീയതി തീർത്ഥാടക ദിവസം സന്താന സൗഭാഗ്യം എല്ലാവർക്കും പാദ ശുശ്രൂഷ, സ്പെഷ്യൽ പാദ ശുശ്രൂഷ ഉണ്ട്. ഈ കുഞ്ഞു കുട്ടികൾക്ക് സ്പെഷ്യൽ പാദ ശുശ്രൂഷ ഉണ്ട്. സപ്രം എടുക്കുമ്പോൾ പ്രദക്ഷിണം എടുക്കുമ്പോൾ പാദപൂജ തൊടാനുള്ള ഭാഗ്യം ഈ 21-ാം തീയതി എല്ലാവർക്കും ഉണ്ട്. അന്ന് നിങ്ങളുടെ നേർച്ച ഇതായിരിക്കണം. നിങ്ങളുടെ നിയോഗം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഹൃദയ അഭിലാഷം അത് പാദ ശുശ്രൂഷ സമർപ്പിച്ച് അന്ന് ക്രിസ്തുരാജാവോട് ചേർന്ന് നടക്കുമ്പോൾ അത് എല്ലാം അനുകൂല്യമായിട്ട്, കൃപയായിട്ട്, അഭിഷേകമായിട്ട്, അത്ഭുതമായിട്ട്, അതിശയമായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ദിവസമാണ് അന്ന്. അത് പ്രത്യേകം ആഘോഷമായിട്ടുള്ള സപ്പറും ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സഹായം, സഹകരണം 1,10,000 എല്ലാ പ്ലോട്ടും ഗംഭീരമായിട്ട് ക്രിസ്തുരാജ ഈ കാട്ടാക്കട പ്രദേശത്തിൽ നല്ല രീതിക്ക് ആഘോഷിക്കാനുള്ള അവസരം ക്രിസ്തുരാജ ഒരുക്കി തന്നിട്ടുണ്ട്. എന്റെ കുടുംബമായിട്ട്, എന്റെ ബന്ധമായ സ്വന്തങ്ങൾ വഴിയായിട്ടോ 4-5 കുടുംബം ചേർന്നും ചെയ്യാം. അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർ സ്പോൺസർ ചെയ്യാം. അങ്ങനെ ഉള്ളവർ എന്നെ വന്ന് കാണുക. ദൈവങ്ങൾ എല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. 13-ാം തീയതി തുടങ്ങുന്നുണ്ട്, 23 തീരുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പൊ താഴെങ്കിലും ഇപ്പൊ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ തരാം. ദൈവങ്ങൾ എല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. അൽത്താര ബാലകന്മാർക്ക് ക്ലാസ് ഉണ്ട്. ഞായറാഴ്ച 2 മണിയായിരിക്കും. 2-ാം തീയതി 2 മണിക്ക്, 3 മണിക്ക് സമുദ്രമംഗലം പള്ളിയിൽ വെച്ച് ഈ ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാ അൽത്താര ബാലകന്മാരും അതിൽ പങ്കെടുക്കുന്നതാണ്. ഇപ്പൊ നല്ല ഗംഭീരമായി ഇടുന്നതുപോലെ ക്ലാസ്സിലും ഗംഭീരമായിട്ട് പോയി നിൽക്കണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഇതിലെ വലിയ പിള്ളേരും മുങ്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറയുക, അൽത്താറിൽ എങ്ങനെ ഗംഭീരമായിട്ട് നിൽക്കണോ അതേപോലെ ക്ലാസ്സിലും പോയിട്ട് ഗംഭീരമായിട്ട് നിൽക്കണം. ഗോഡ് ബ്ലസ് യു മൈ ഡിയർ പീപ്പിൾ. 4 മാസത്തെ ശനിയാഴ്ച ഫുഡ് ധ്യാനമുണ്ട്. ആദ്യമേ നിങ്ങൾ കൊന്ത ചൊല്ലാം, അതിനെ തുടർന്ന് ധ്യാനം, ദിവ്യബലി, പിന്നെ സ്നേഹ വിരുന്ന്, പിന്നെ അതിനെ തുടർന്ന് അനുസ്മരണ ദിവ്യബലി ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങാം. ദൈവങ്ങൾ സമത്വം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു മൈ ഡിയർ പീപ്പിൾ. തീർത്ഥാടകർ വിശ്വസിച്ച നിങ്ങൾക്ക് വായന കൊടുത്തത്. ഇനി തീർത്ഥാടകരെല്ലാം എന്നെ തേച്ച് തീർത്ഥാടകർക്ക് വെള്ളിയാഴ്ചയും ഞായറാഴ്ച വൈകിട്ടും തീർത്ഥാടകർക്ക് ഒരേ റീഡിങ്സ് ആണ്. തീർത്ഥാടകർ നല്ല കേട്ടുകോ, തീർത്ഥാടകർ. അപ്പൊ മുന്നമേ വന്ന് ഉപദേശത്തിലേക്ക് കേൾക്കുക. ചൊരിയുന്നു ഉപദേശിച്ച് റീഡിങ് വേണം. ധൈര്യമായിട്ട് ചോദിക്കും, ഉപദേശിച്ച് റീഡിങ് വേണം, ധൈര്യമായിട്ട് ചോദിക്കും. അപ്പൊ തീർത്ഥാടകർ മുന്നമേ വന്ന് എടുത്ത് വായിക്കണം. ഇന്ന് യാർ തീർത്ഥാടകർ വരാതെ കൊണ്ട് ടീച്ചർ മതബോധന ടീച്ചറെ എനിക്ക് ഓടി വായിച്ചു. നിങ്ങളുടെ മാനം കളയാതിരിക്കാൻ വേണ്ടി രക്ഷപ്പെടുത്തി നിങ്ങൾ. അപ്പോ ഞായറാഴ്ച വൈകിട്ട് ദിവ്യബലികളിലും എല്ലാ വെള്ളിയാഴ്ച ദിവ്യബലികളിലും തീർത്ഥാടകർക്ക് ഉറിയ സ്വത്താണ് ഈ വായന വായിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. പാട്ട് പാടാൻ വരാം, നീ വരാറില്ല. ഇത് രണ്ടും നിങ്ങൾ കലർന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അപ്പൊ ഇന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം, കേൾക്കണം. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും എല്ലാവരും പങ്കെടുക്കണം. പ്രത്യേകം തീർത്ഥാടകർ വായിക്കണം. പ്രതിവസ സംഗീതനും വായന എല്ലാം വായിക്കണം. അത് ലോകം മുഴുവനുള്ള എല്ലാ ലൈവ് കാണുന്ന ആൾക്കാർക്കും ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളോട് ചേർന്ന് ആ വ്യക്തികളും പ്രാർത്ഥിക്കുക. ആ വ്യക്തിയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ നല്ല രീതിക്ക് വായിക്കുക. അതെല്ലാം ഞാൻ മനസ്സിലാക്കി. എല്ലാ തീർത്ഥാടകരും നല്ല സന്തോഷത്തോടെ പങ്കെടുക്കുക. ദൈവങ്ങൾ എല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. കഞ്ചി പ്ലേറ്റ് നമ്മുടെ വിളിക്കുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം.
തിരുനാൾ ദിവസങ്ങളിൽ ദൂരമുള്ള ആൾക്കാർക്ക് കൊണ്ട് എത്തിക്കാനുള്ള അവസരം എന്റെ മക്കൾ ഒരുക്കി തരുന്നു. പേടിക്കേണ്ട, അയ്യോ ബസ്സില്ല, അതിലൊന്നും ആരും പേടിക്കേണ്ട. നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കേണ്ടത് ക്രിസ്തുരാജയുടെ ദൗത്യമായിരിക്കും. ക്രിസ്തുരാജ ഒരിക്കലും നിങ്ങളെ പറ്റില്ല. അപ്പോ യു ആർ മോസ്റ്റ് വെൽക്കം ഫോർ ഓൾ ദി തിരുനാൾ പെരുന്നാൾ. ഗോഡ് ബ്ലസ് യു ഓൾ മൈ ഡിയർ പീപ്പിൾ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങ് സ്നേഹത്തിന്റെ ചതിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഒരേ സ്വർഗീയ അപ്പത്താൽ അങ്ങ് പരിപുരുഷരാക്കിയ ഇവരെ ഒരേ ഭക്ത അനുഷ്ഠാനത്താൽ ഒരുമയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നാം ഓരോരുത്തരെയും ലോകത്തുള്ള എല്ലാവരും സമത്വമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിനെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളെ കണ്ണീര് തൂകുന്ന യാമങ്ങളെ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. പരിശുദ്ധ പരമാധിവികാരണത്തിന്, പരിശുദ്ധ പരമാധിവികാരണത്തിന്, പരിശുദ്ധ പരമാധിവികാരണത്തിന്, ക്രിസ്തുവിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കേണ്ട തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.